ഷാർജയിൽ ആത്മഹത്യ ചെയ്ത അതുല്യയുടെ ഭർത്താവ് സതീഷിനെ റിമാൻഡ് ചെയ്തു. കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി സതീഷിന്റെ ഇടക്കാല ജാമ്യം റദ്ദാക്കിയതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തത്. സതീഷിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കുമെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ജൂലൈ 19 പുലർച്ചെയാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ കൊല്ലം കോയിവിള സ്വദേശി അതുല്യയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുല്യയുടേത് കൊലപാതകമെന്നായിരുന്നു മാതാപിതാക്കളുടെ ആരോപണം. ഇതേ തുടർന്ന് ഭർത്താവ് സതീഷിനെതിരെ ക്രൈംബ്രാഞ്ച് കൊലപാതക കുറ്റമാണ് ചുമത്തിയത്. എന്നാൽ കൊലപാതകത്തിന് തെളിവില്ലെന്ന് നിരീക്ഷിച്ച കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നേരത്തെ ഭർത്താവ് സതീഷിന് ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന വിശദ വാദത്തിനൊടുവിലാണ് കേസിൽ സതീഷിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കുമെന്ന് കണ്ടെത്തിയത്. ജാമ്യം റദ്ദാക്കിയതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായ സതീഷിന്റെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു. സതീഷിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് വാദം. പൂജ അവധിക്ക് ശേഷം കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകുമെന്ന് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം അറിയിച്ചു. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ക്രൈംബ്രാഞ്ച് സതീഷിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തും.